എല്ലാവർക്കും എംപവറിംഗ് യു ചാനലിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് സുഗമമായി സംസാരിക്കാൻ മലയാളത്തിൽ ഒരു ഫോർമുല. ഇന്ന് നമ്മളുടെ വിഷയം ക്യാൻ, കുഡ് ഹാവ് എന്നിവയൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ ക്യാനും കുഡും മോഡൽ വെർബ്സിൽ വരുന്നതാണ്. മോഡൽ വെർബ്സ് വേറെയുമുണ്ട്. മേ, മൈറ്റ്, ഷുഡ് കുറേ ഉണ്ട്. പക്ഷെ അതിൽ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്ന ക്യാൻ, കുഡ് കൂടുതലും നമ്മൾ നിത്യ ജീവിതത്തിലുള്ള സംഭാഷണങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ക്യാൻ, കുഡ്. ക്യാൻ, കുഡ് കൂടുതലും ഉപയോഗിക്കുന്നത് നമ്മൾക്ക് എന്തെങ്കിലും സാധിക്കും, കഴിയും, പറ്റും എന്നൊക്കെ പറയാനാണ്. മെയിനായിട്ട് നമ്മുടെ ഒരു എബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കഴിയും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അതേമാതിരി എന്തെങ്കിലും ഒരു സാധ്യത, ഒരു പോസിബിലിറ്റിയെ പറ്റി പറയാൻ, പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പെർമിഷൻ ചോദിക്കാൻ വേണ്ടി ഒക്കെയാണ് ഈ ക്യാൻ, കുഡൊക്കെ ഉപയോഗിക്കുന്നത്. ക്യാൻ സാധാരണയായിട്ട് നമ്മൾ ഈ ഇൻഫോർമൽ, ഈ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോഴും ഇൻഫോർമലായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ സംസാരിക്കുമ്പോഴും ക്യാൻ ഉപയോഗിക്കും. പിന്നെ നമുക്ക് ഈ ഫോർമലായിട്ട് ചിലപ്പോൾ കുറച്ചുകൂടെ റെസ്പെക്റ്റോടുകൂടി പുതിയ ആൾക്കാരോടും അവരോടും സംസാരിക്കുമ്പോഴും നമ്മൾ കുഡ് ഉപയോഗിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ ക്യാൻ ഹെൽപ്പ് യു. നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടോട് പറയുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാരോടും, നമ്മുടെ സിസ്റ്ററോട് പറയുകയാണ്. ഐ ക്യാൻ ഹെൽപ്പ് യു എന്നാണ് പറയുക. എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റും. എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും. ഇനി നോക്കൂ, സഹായിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഐ കനോട്ട് ഹെൽപ്പ് യു എന്നാകും. അതായത് അതിൻ്റെ ഷോർട്ടായിട്ട് ഐ കാൺ ഹെൽപ്പ് യു. എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല. അത് നമ്മൾ ഇൻഫോർമലായിട്ട് പറയുന്നതാണ്. ഐ കാൺ ഹെൽപ്പ് യു. ഇല്ല, ചിലപ്പോൾ അത് ഒരു ഫോർമലായിട്ട് പറയുകയാണെങ്കിൽ സോറി ഐ കാൺ ഹെൽപ്പ് യു എന്ന് പറയാം. പെർഹാപ്സ് ഹീ ക്യാൻ ഹെൽപ്പ് യു. നമുക്ക് ഒരു പക്ഷേ അവന് നിന്നെ സഹായിക്കാൻ കഴിയുമായിരിക്കും. അപ്പോൾ നമ്മളൊരു നോക്കാം, ഐ കാൺ ഹെൽപ്പ് യു, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല. സോറി ഐ കാൺ ഹെൽപ്പ് യു എന്ന് പറയാം. പെർഹാപ്സ് ഹീ ക്യാൻ ഹെൽപ്പ് യു, ഒരു പക്ഷേ അവന് നിന്നെ സഹായിക്കാൻ കഴിയുമായിരിക്കും എന്ന് പറയാം. അത് ചോദ്യ രൂപത്തിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ക്യാൻ യു ഹെൽപ്പ് മീ. ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് പറയുന്നതിന് പകരം ക്യാൻ യു ഡൂ മീ എ ഫേവർ എന്ന് ചോദിക്കാം. അങ്ങനെയും ചോദിക്കാം. ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് ചോദിക്കാം. ക്യാൻ യു ഡൂ മീ എ ഫേവർ എന്ന് ചോദിക്കാം. സാധാരണ ക്യാൻ യു ഡൂ മീ എ ഫേവർ എന്നാണ് ചോദിക്കുന്നത്. നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന്. ഇനി വേറൊരു എക്സാമ്പിളിലേക്ക് പോകാം. ഐ ക്യാൻ റീഡ് ഹിന്ദി. എനിക്ക് ഹിന്ദി വായിക്കാൻ കഴിയും. ആ കഴിയും, പറ്റും എന്നൊക്കെ പറയാനാണ് ക്യാൻ ഉപയോഗിക്കുന്നത്. ഐ കാൺട്ട് റീഡ് ഹിന്ദി നെഗറ്റീവ് പറയുമ്പോൾ നമുക്ക് എനിക്ക് ഹിന്ദി സംസാരിക്കാൻ കഴിയില്ല. ഐ കാൺട്ട് റീഡ് ഹിന്ദി. അത് ചോദ്യ രൂപത്തിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ക്യാൻ യു റീഡ് ഹിന്ദി, നിനക്ക് ഹിന്ദി വായിക്കാൻ കഴിയുമോ. ക്യാൻ യു റീഡ് ഹിന്ദി, നിനക്ക് ഹിന്ദി വായിക്കാൻ കഴിയുമോ. ഇനി അത് നെഗറ്റീവിലാണ് ക്വസ്റ്റ്യൻ ഉപയോഗിക്കുന്നത്. കാൺട്ട് യു റീഡ് ഹിന്ദി, നിനക്ക് ഹിന്ദി വായിക്കാൻ കഴിയില്ലേ. കാൺട്ട് യു റീഡ് ഹിന്ദി, എനിക്ക് ഹിന്ദി വായിക്കാൻ കഴിയില്ലേ എന്ന് ചോദിക്കാം. ഇനി കുഡ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുഡ് സാധാരണയായിട്ട് പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ക്യാൻ, കുഡ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ വെർബിൻ്റെ ഒന്നാമത്തെ ഫോമാണ് ഉപയോഗിക്കുന്നത്. V1 ആണ് ഉപയോഗിക്കുന്നത്, അതായത് പ്രസൻറ്റ് ഫോം. ഇപ്പോൾ ക്യാൻ യു റീഡ് ഹിന്ദി, റീഡ് കണ്ടോ, അത് സിംഗുലറും പ്ലൂറലും പ്രസൻറ്റ് ടെൻസോ പാസ്റ്റ് ടെൻസോ എന്ത് വന്നു കഴിഞ്ഞാലും റീഡ് തന്നെ ആയിരിക്കും. അതിൻ്റെ കൂടെ എസ്സോ, അതേമാതിരി പ്രസൻറ്റ് ടെൻസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സിംഗുലറിൻ്റെ കൂടെ എസ് ഒക്കെ ഉപയോഗിക്കും. അതൊന്നും ഇവിടെ ആവശ്യമില്ല. ക്യാൻ്റെ കൂടെ എപ്പോഴും പ്രസൻറ്റിൻ്റെ വെർബിൻ്റെ പ്രസൻറ്റ് ഫോം V1 ആണ് ഉപയോഗിക്കുന്നത്. അത് അറിഞ്ഞ് വെച്ചിരിക്കേണ്ടതാണ്. നമുക്കിവിടെ കുഡ് പാസ്റ്റ് ടെൻസിൽ ഐ കുഡ് പ്ലേ ക്രിക്കറ്റ് വെൽ വെൻ ഐ വാസ് യങ്കർ. ചെറുപ്പത്തിൽ എനിക്ക് ക്രിക്കറ്റ് നല്ലവണ്ണം കളിക്കാൻ കഴിയുമായിരുന്നു. ഉണ്ടോ, ആദ്യം ക്യാൻ ആണെങ്കിൽ കഴിയും, കുഡ് ആണെങ്കിൽ കഴിഞ്ഞു അല്ലെങ്കിൽ കഴിയുമായിരുന്നു എന്നാണ് ഉപയോഗിക്കുന്നത്. കുഡ് കഴിഞ്ഞു എന്ന് പറയാനും അല്ലെങ്കിൽ കഴിയുമായിരുന്നു. നോക്കൂ, ഐ കുഡ് പ്ലേ ക്രിക്കറ്റ് വെൽ വെൻ ഐ വാസ് യങ്ങർ. ചെറുപ്പത്തിൽ എനിക്ക് ക്രിക്കറ്റ് നല്ലവണ്ണം കളിക്കാൻ കഴിയുമായിരുന്നു. അത് നെഗറ്റീവിലാണ് പറയുന്നതെങ്കിൽ ഐ കുഡൻറ്റ് പ്ലേ ക്രിക്കറ്റ് വെൽ വെൻ ഐ വാസ് യങ്ങർ. എനിക്ക് കഴിയുമായിരുന്നില്ല, ചെറുപ്പത്തിൽ എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഐ കുഡൻറ്റ് പ്ലേ.
ഇത് പാസ്റ്റ് ടെൻസിൽ പറയുമ്പോൾ കുഡ് ഉപയോഗിക്കും. ഐ കുഡിൻ പ്ലേ ക്രിക്കറ്റ് വെൽ വെൻ ഐ വാസ് യങ്ങർ. എനിക്ക് ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളിക്കാൻ കഴിയുമായിരുന്നില്ല. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ രൂപത്തിൽ എങ്ങനെ വരുന്നു നോക്കാം. കുഡ് യു പ്ലേ ക്രിക്കറ്റ് വെൽ വെൻ യു വെർ യങ്ങർ? നിങ്ങൾക്ക് അല്ലെങ്കിൽ നിനക്ക് ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളിക്കാൻ കഴിയുമായിരുന്നോ എന്ന് ചോദിക്കാൻ കുഡ് യു പ്ലേ ക്രിക്കറ്റ് വെൽ വെൻ യു വെർ യങ്ങർ. കുഡിൻറ്റ് യു പ്ലേ ക്രിക്കറ്റ് വെൽ വെൻ യു വെർ യങ്ങർ? കഴിയുമായിരുന്നില്ലേ എന്ന് ചോദിക്കാൻ കുഡിൻറ്റ് യു പ്ലേ ക്രിക്കറ്റ് വെൽ വെൻ യു വെർ യങ്ങർ? എനിക്ക് ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളിക്കാൻ കഴിയുമായിരുന്നില്ലേ എന്ന്. ഇനി ഈ ഞാൻ പറഞ്ഞില്ലേ കുഡ് ഉപയോഗിക്കുന്നത് ഒന്ന് നമ്മൾ എബിലിറ്റി, പിന്നെ സാധ്യത, ഒരു പോസിബിലിറ്റി ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കുഡ് ഉപയോഗിക്കുന്നത്, പറയാൻ വേണ്ടിയിട്ടാണ് കുഡ് ഉപയോഗിക്കുന്നത്. നോക്കൂ, സം എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സംവൺ ഹാസ് കം. അത് സംവൺ എന്ന് എഴുതണമായിരുന്നു, സം എന്ന് എഴുതിയത്. അത് എഴുതുമ്പോൾ പറ്റിയ ഒരു മിസ്റ്റേക്കാണ്. സംവൺ ഹാസ് കം. ഇറ്റ് കുഡ് ബി രവി. ആരോ വന്നിട്ടുണ്ട്. രവി ആകാനാണ് സാധ്യത. കണ്ട, ഒരു സാധ്യത കാണിക്കാനാണ്. സംവൺ ഹാസ് കം. ഇറ്റ് കുഡ് ബി രവി. അവിടെ കുഡാണ് ഉപയോഗിച്ചത്, ഒരു സാധ്യത കാണിക്കാൻ വേണ്ടിയിട്ട്. സംവൺ ഹാസ് കം. സം അല്ലാതെ സംവൺ ആണ്, എഴുതുമ്പോൾ മാറിപ്പോയതാണ്. സംവൺ ഹാസ് കം. ഇറ്റ് കുഡ് ബി രവി. ആരോ വന്നിട്ടുണ്ട്, രവി ആകാനാണ് സാധ്യത. കുഡ് ഹാവ്, അത് സംവൺ ഇപ്പോൾ തന്നെ മാറ്റാം. സംവൺ ഹാസ് കം. ഇറ്റ് കുഡ് ബി രവി. ആരോ വന്നിട്ടുണ്ട്, രവി ആകാനാണ് സാധ്യത. കുഡ് ഹാവ്, കഴിയുമായിരുന്നു. കുഡ് ഹാവ് എന്ന് ഉപയോഗിക്കുന്നത് കഴിയുമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, പാസ്റ്റ് ടെൻസിൽ. നോക്കൂ, ഐ കുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം ഇഫ് ഐ സ്റ്റഡീഡ് വെൽ. ഞാൻ നല്ലവണ്ണം പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് പരീക്ഷ പാസ്സാകാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ കഴിയുമായിരുന്നു. എനിക്ക് മുമ്പ് അത് ഒരു പാസ്റ്റ് ടെൻസിലുള്ള ഉപയോഗമാണ്. എനിക്ക് കഴിയുമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കുഡ് ഹാവ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാൻ പാസ്സായിട്ടില്ല, എനിക്ക് കഴിയുമായിരുന്നു. ഐ കുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം ഇഫ് ഐ സ്റ്റഡീഡ് വെൽ. ഞാൻ നല്ലവണ്ണം പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് പരീക്ഷ പാസ്സാകാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ കഴിയുമായിരുന്നു. ഇനി നോക്കൂ, കുഡിൻ ഹാവ്, കഴിയുമായിരുന്നില്ല. ഹി കുഡിൻ ഹാവ് പാസ്ഡ് ദ എക്സാം ഇഫ് യു ഹാഡൻ ടോട്ട് ഹിം. നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അവന് പരീക്ഷ പാസ്സാകാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ പാസ്സായിട്ടുണ്ട്. അപ്പോൾ അവിടെ നെഗറ്റീവ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ, കുഡിൻ ഹാവ് എന്ന് പറഞ്ഞാൽ കഴിയുമായിരുന്നില്ല. ഹി കുഡിൻ ഹാവ് പാസ്ഡ് ദ എക്സാം ഇഫ് യു ഹാഡൻ ടോട്ട് ഹിം. നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അവന് പരീക്ഷ പാസ്സാകാൻ കഴിയുമായിരുന്നില്ല. ദേ കുഡിൻ ഹാവ് ഡൺ ഇറ്റ് വിത്തൗട്ട് യുവർ ഹെൽപ്പ്. നിങ്ങൾ സഹായിച്ചില്ലായിരുന്നെങ്കിൽ അവനത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ദേ കുഡിൻ ഹാവ് ഡൺ വിത്തൗട്ട് യുവർ ഹെൽപ്പ്. നിങ്ങൾ സഹായിച്ചില്ലായിരുന്നെങ്കിൽ അവനത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ കുഡ് ഹാവും കുഡിൻ ഹാവിലും ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി ഈ ക്യാൻ, കുഡും ഫോർമലും ഇൻഫോർമലും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതായത് നമ്മുടെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കുന്നതും പിന്നെ കുറച്ചുകൂടി റെസ്പെക്റ്റോടു കൂടി പുതിയ ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നതും എങ്ങനെയാണെന്ന് നോക്കാം. അല്ലെങ്കിൽ ഓഫീസിലൊക്കെ നമ്മുടെ സീനിയേഴ്സിനോടൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നും, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഐ ക്യാൻ ഹെൽപ്പ് യു, അത് നമ്മുടെ ഇൻഫോർമലാണ്. എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും, നമ്മൾ അടുത്തറിയുന്നവരോടൊക്കെ പറയുന്നത്. പക്ഷേ അത് കുറച്ചുകൂടെ ഫോർമലായി പറയുകയാണെങ്കിൽ ഐ കുഡ് ഹെൽപ്പ് യു, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. ഇവിടെ ഈ ക്യാനും കുഡും രണ്ടും പ്രസൻറ്റ് ഫോമിലാണ് വന്നിരിക്കുന്നത്. കുഡ് ക്യാൻ എപ്പോഴും പ്രസൻറ്റിലും ഫ്യൂച്ചറിലൊക്കെ ഉപയോഗിക്കും, അതേമാതിരി കുഡ് പാസ്റ്റിൽ ഉപയോഗിക്കും, അതേമാതിരി പ്രസൻറ്റിൽ ഉപയോഗിക്കും. അതൊരു സിറ്റുവേഷൻ അനുസരിച്ചാണ് ഉപയോഗിക്കുന്നത്. ഐ ക്യാൻ ഹെൽപ്പ് യു എന്ന് പറഞ്ഞാൽ ഇൻഫോർമലാകും, ഐ കുഡ് ഹെൽപ്പ് യു എന്ന് പറഞ്ഞാൽ ഫോർമലാകും, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. ഇനി വേറെ ഒന്ന് നോക്കാം. ഐ ക്യാൻ പിക്കപ്പ് യുവർ ചൈൽഡ്, അത് നമ്മൾ അറിയുന്ന ഒരാളോട് പറയുകയാണെങ്കിൽ ഐ ക്യാൻ പിക്കപ്പ് യുവർ ചൈൽഡ് എന്ന് പറയും, അത് ഇൻഫോർമലാണ്. ഐ കുഡ് പിക്കപ്പ് യുവർ ചൈൽഡ്, അത് ഫോർമലാണ്. ഇനി കുറച്ച് നമ്മുടെ ഏതെങ്കിലും ഒരു ഓഫീസിലുള്ള ഒരു സീനിയറോടാണ് പറയുന്നതെങ്കിൽ ചിലപ്പോൾ ഐ കുഡ് പിക്കപ്പ് യുവർ ചൈൽഡ് എന്നാണെങ്കിൽ ഫോർമലാണത്. ഐ വിൽ പിക്കപ്പ് യുവർ ചൈൽഡ് എന്നും പറയാം. ഞാൻ കൊണ്ടുവരുന്നില്ല പറയുന്നത്, ഐ വിൽ പിക്കപ്പ് യുവർ ചൈൽഡ്. കൊണ്ടുവരാൻ കഴിയുന്നില്ല അർത്ഥത്തിലാണ് ഐ കുഡ്, ഐ ക്യാൻ ഉപയോഗിക്കുന്നത്. ഇനി ഒരു പെർമിഷൻ ചോദിക്കുന്നത് നോക്കൂ. ക്യാൻ ഐ ലീവ് നൗ,
നമ്മൾ ഫോർമലായിട്ട് ഉപയോഗിക്കുന്നതാണ്, അല്ല ഇൻഫോർമലായിട്ട് ഉപയോഗിക്കുന്നതാണ്. ക്യാൻ ഐ ലീവ് നൗ. അത് ഫോർമൽ ആകുമ്പോൾ കുഡ് ഐ ലീവ് നൗ, ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നു. കുഡ് ഐ ലീവ് നൗ എന്ന് ചോദിക്കുന്നു. അതേപോലെ കുഡ് ഐ ലീവ് നൗ പ്ലീസ് എന്ന് ചോദിക്കാം. കുറച്ചുകൂടെ പൊളൈറ്റ്, കുറച്ചുകൂടെ ഫോർമൽ ആവാൻ വേണ്ടിയിട്ടാണ് കുഡ് ഐ ലീവ് നൗ പ്ലീസ്. അപ്പോൾ അതിന് ഉത്തരം പറയുന്നത് ഐ ആം സോറി യു കാണ്ട്. നിങ്ങൾക്ക് പോകാൻ അനുവാദം കിട്ടുന്നില്ലെങ്കിൽ അത് കുറച്ചുകൂടെ പൊളൈറ്റായിട്ട് പറയുന്നതാണെങ്കിൽ, ആൻസർ പറയുന്നതാണെങ്കിൽ ഐ ആം സോറി യു കാണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ പോയിക്കൊള്ളൂ എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ യു ക്യാൻ എന്ന് പറയുന്നത് സാധാരണ യു ക്യാൻ എന്ന് പറയാം, യെസ് യു ക്യാൻ എന്ന് പറയാം. പക്ഷേ എന്നാലും അഷ്വർ, ഓഫ് കോഴ്സ് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഞാൻ വളരെ ചുരുക്കത്തിൽ ക്യാനിനെ പറ്റിയും കുഡിനെ പറ്റിയും കുഡ് ഹാവിനൊക്കെ പറ്റി ഷോർട്ടായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അത്രേ പറയാനുള്ളൂ. കാരണം ഇത് കൂടുതൽ വളച്ച് കെട്ടി കാര്യങ്ങളൊക്കെ പറയേണ്ട ആവശ്യമില്ല. എനിക്ക് കൃത്യമായി എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത് തന്നെ വരുന്നതാണ്. അതുവരേക്കും ബൈ.